യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു ദിവസത്തെ ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് ദൈവസ്ഥാനത്തിൽ കടന്നു വരുവാൻ തക്കോണം കർത്താവ് സഹായിച്ചുണ്ടോ? നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. ഓരോ ദിവസവും പ്രഭാതത്തിൽ നാം എഴുന്നേൽക്കുമ്പോൾ ദൈവം നമുക്ക് ചെയ്തതായ ആ ഉപകാരങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയുവാൻ കഴിയുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിനായി നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കുന്നു. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസനയാകുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുന്ന ഈ മനോഹരമായ ഈ ലേഖനത്തിൽ ഈ വേദഭാഗങ്ങൾ വളരെയധികം ശ്രദ്ധയാകർഷിക്കുന്നതാണ്. ഇവിടെ പൗലോസ് പറയുന്നു, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും. പൗലോസ് ഈ കാര്യം പറയുമ്പോൾ ഒരുപക്ഷെ പൗലോസിൻ്റെ ഹൃദയത്തിൽ ഉള്ളതായ ഒരു ഭാവന അല്ലെങ്കിൽ ഒരു ചിന്ത ഇപ്രകാരമാണെന്നാണ് വേദചിന്തകന്മാർ ചിന്തിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ഉള്ളതായ ഒരു പ്രദേശമായിരുന്നു ഈ കൊരിന്ത്യൻ പട്ടണം എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൻ്റെ പല സ്ഥലങ്ങളും പുതിയ നിയമത്തിലെ പല സംഭവങ്ങളും അന്നത്തെ റോമൻ ഭരണകാലത്ത് ആണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ പൗലോസിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിത്രം നമ്മൾ ഇവിടെ വായിക്കുന്ന പോലെ ക്രിസ്തുവേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ഈ ജയോ ഉത്സവം എന്ന് പറയുന്നത് അന്നത്തെ റോമൻ ഭരണാധികാരികൾ അവർ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ വിജയാളികളായി തീർന്ന് അവരുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ റോം മുതൽ ക്യാപിറ്റോൾ വരെ നടത്തുന്നതായ ഒരു വിജയത്തിൻ്റെ ആഘോഷ ജാഥ ഉണ്ടായിരുന്നു. ഇത് വല്ലപ്പോഴും മാത്രമേ സംഭവിക്കുള്ളൂ, കാരണം എപ്പോഴും യുദ്ധമില്ലാത്തതുകൊണ്ട്. ഈ ജാഥയിൽ അവർ ആരെയാണോ അവർ കീഴടക്കിയത് ആ രാജ്യത്തെ കീഴ്പ്പെടുത്തതായ കൊള്ളകൾ, അവിടുത്തെ പ്രധാനപ്പെട്ട വസ്തുക്കൾ, പിടിച്ചെടുത്ത ആയുധങ്ങൾ, ഇതെല്ലാം അവർ പ്രദർശിപ്പിക്കുമായിരുന്നു. ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള പൊസിഷനിലായിരുന്നു അവർ യാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. ഏറ്റവും അവസാനത്തെ ആ ഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ പുരോഹിതന്മാർ സുഗന്ധദ്രവ്യങ്ങൾ ഡിഫ്യൂസ് ചെയ്യുമായിരുന്നു, തുറന്നുവിടും. അതുപോലെ തന്നെ ഈ ജാതിയിൽ പൊട്ടിച്ചു വിടുന്നതായ വളരെ സൗരഭ്യമുള്ളതായ സുഗന്ധ വർഗ്ഗങ്ങൾ ഈ ആളുകൾ മണക്കുകയും ചെയ്യും. നോക്കിക്കുക, ഈ ആഘോഷം യുദ്ധമുള്ളപ്പോഴേ സംഭവിക്കുകയുള്ളൂ, എപ്പോഴും യുദ്ധമില്ല. പക്ഷേ ഇവിടെ പൗലോസ് പറയുന്നു, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ജയോത്സവം എപ്പോഴും ഉള്ളതാണ്. ഒരു യുദ്ധത്തിൻ്റെ അനന്തരമാണ് ജയോത്സവം എന്ന് പറയുന്നത്. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും യുദ്ധങ്ങളുണ്ട്, നമുക്ക് പോരാട്ടമുണ്ട്, കഷ്ടതയുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ആത്മീയ പോരാട്ടങ്ങളാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആശയം പൗലോസ് പറയുന്നത്, റോമൻ സാമ്രാജ്യത്തിൽ വല്ലപ്പോഴുമേ യുദ്ധമുള്ളൂ, അതുകൊണ്ട് വല്ലപ്പോഴുമേ ജയോത്സവം ഉള്ളൂ. പക്ഷേ ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ അവൻ എപ്പോഴും പോരാട്ടത്തിലാണ്. അപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ജയോത്സവം ഉണ്ടാവും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്നതായ പ്രയാസങ്ങൾ ദൈവം അറിയാതല്ല. അതിൻ്റെ നടുവിൽ നിങ്ങൾ ജയാളികളായിത്തീരും. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ നാം ചെയ്യണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ദൈവത്തോട് കൂടുതൽ അടുത്ത് ഇടപഴകുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ജയോത്സവത്തിൻ്റെ അനുഭവങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഇനി ആരാണ് ഈ സൗരഭ്യം മണക്കുന്നത്? അതാണ് നമുക്ക് 15-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. വാസ്തവത്തിൽ ഇവിടെ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്നതായി വിജയം, ദൈവത്തെക്കുറിച്ച് രക്ഷിക്കപ്പെടുന്നവരും രക്ഷിക്കപ്പെടാത്തവരും, ചുരുക്കം പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാവരും ആ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്താൽ നിറയുവാനിടയായിത്തീരും.
അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാമോ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം സൗരഭ്യവാസനയാകണം എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് മറ്റുള്ളവരിലേക്ക് എത്തുന്ന ജീവിതമായിരിക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ യുദ്ധങ്ങൾ, നമ്മുടെ പോരാട്ടങ്ങൾ, ഇവയെല്ലാം തന്നെ ദൈവത്തെ ഉയർത്തുവാൻ, ദൈവത്തെ മറ്റുള്ളവരിലേക്ക് പകരുവാൻ, അതൊരു സൗരഭ്യവാസന എന്ന പോലെ ഉണ്ടാകുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ഈ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെല്ലാം ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നും ദോഷത്തിനല്ല, എല്ലാം നന്മയ്ക്കാണ്. അതുകൊണ്ട് ഇന്ന് ഈ ദിവസം ഈ വചനത്തിനുപാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ കഴിയുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും അങ്ങയുടെ മക്കൾ നിറഞ്ഞു വരട്ടെ. കർത്താവേ, ക്രിസ്തുവിനെ സൗരഭ്യവാസനയായി എന്നെ ഈ വചനം കേൾക്കുന്ന ഏവരെയും നീ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം കാണിച്ചിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. പ്രാർത്ഥനയ്ക്കായിട്ട്, വചനധ്യാനത്തിനായിട്ട്, കൂടുതൽ അറിയേണ്ടതിനായിട്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you all.